ഇപ്പൊ നല്ല ചൂടുള്ള സമയമാണ് അല്ലെ. കൂളിംഗ് ഫിലിം നിരോധിച്ചത് കൊണ്ട് തന്നെ വാഹനത്തിനുള്ളിൽ AC ഇട്ട് പോയി കഴിഞ്ഞാലും നല്ല ഉച്ച സമയമാണെങ്കിൽ തണുപ്പൊന്നും വലിയ കാര്യമായിട്ട് കിട്ടുന്നില്ലായിരിക്കും അല്ലെ. ഇതിനെല്ലാം ഉപരി നമ്മുടെ വാഹനത്തിന്റെ AC സിസ്റ്റം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ വാഹനത്തിന്റെ മൈലേജ് കുറയും. നമുക്കറിയാം നമ്മുടെ വാഹനത്തിന്റെ AC വർക്ക് ചെയ്യുന്നത് നമ്മുടെ വാഹനത്തിന്റെ എഞ്ചിനിൽ നിന്ന് പവർ കടമെടുത്താണ്. ഈ കാണുന്ന AC കംപ്രസർ കറങ്ങിയാണ് നമ്മുടെ വാഹനത്തിൽ തണുപ്പ് അനുഭവപ്പെടുന്നത്. ഇത് കറങ്ങാൻ സഹായിക്കുന്നത് നമ്മുടെ വാഹനത്തിന്റെ എഞ്ചിനിൽ നിന്നുള്ള പവർ കടമെടുത്താണ് ആ ബെൽറ്റ് വഴി. നമുക്കറിയാം നമ്മുടെ വാഹനത്തിൽ AC ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിന്റെ മൈലേജിൽ ചെറിയ രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാകും. എന്നാൽ നല്ല രീതിയിൽ മൈലേജ് കുറയുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മുടെ വാഹനത്തിന് AC ശരിയായ തണുപ്പ് തരുന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ വാഹനത്തിന്റെ മൈലേജ് കുറയും. അപ്പോൾ നമ്മുടെ വാഹനത്തിന്റെ AC എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള രണ്ട് മാർഗമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വാഹനം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം AC ഓൺ ചെയ്യുക. ശേഷം ബോണറ്റ് ഓപ്പൺ ചെയ്ത് ഈ കാണുന്ന വെളുത്ത പൈപ്പ്, അതായത് കംപ്രസറിൽ നിന്ന് വരുന്ന വണ്ണമുള്ള പൈപ്പിൽ ഇതുപോലെ നിങ്ങൾ ആ പൈപ്പിൽ ഒന്ന് തൊട്ട് നോക്കുക. തൊട്ടതിന് ശേഷം ഒരു 10 സെക്കൻഡിനുള്ളിൽ നിങ്ങളുടെ കൈ മരയ്ക്കുന്ന രീതിയിലുള്ള തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന്റെ AC എഫിഷ്യന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ ആ ഒരു പൈപ്പ് നല്ല രീതിയിൽ തണുക്കുന്നുണ്ടെങ്കിൽ വാഹനത്തിന്റെ AC പ്രോപ്പർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന ഒരു സംശയമായിരിക്കും, ACക്ക് കൂളിംഗ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് വാഹനത്തിന്റെ അകത്ത് ഇരുന്ന് ACക്ക് തണുപ്പുണ്ടോ എന്ന് നോക്കിയാൽ പോരെ എന്ന് ചോദിക്കുമായിരിക്കും. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വാഹനത്തിന്റെ AC തണുപ്പുണ്ടെങ്കിലും ആ തണുപ്പ് പ്രോപ്പർ ആയിട്ടുള്ള തണുപ്പാണോ, അതിൽ കൂടുതൽ തണുപ്പ് കിട്ടുമോ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എഫിഷ്യന്റ് ആയിട്ട് AC വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ മെത്തേഡ് പറയുന്നത്. രണ്ടാമതായി നിങ്ങളുടെ വാഹനത്തിന്റെ AC ഓൺ ചെയ്തതിനു ശേഷം ബ്ലോവർ സ്പീഡ് 2-ലിടുക. ശേഷം വാഹനത്തിന്റെ പുറത്തേക്ക് ഇറങ്ങി ബോണറ്റ് ഓപ്പൺ ചെയ്ത് ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ വാഹനത്തിന്റെ AC കംപ്രസറിലേക്ക് ശ്രദ്ധിക്കുക. കംപ്രസർ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കട്ട് ഓഫ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു വിഷ്വൽ സ്പീഡിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കംപ്രസർ കട്ട് ഓഫ് ആവുന്നത് കാണാൻ പറ്റും. ഇതുപോലെ ഈ വീഡിയോയിൽ കണ്ടതുപോലെ കംപ്രസർ ഇടയ്ക്കിടയ്ക്ക് കട്ട് ഓഫ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന് AC ഗുഡ് കണ്ടീഷൻ ആണെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വാഹനത്തിൽ AC ഗ്യാസ് പ്രോപ്പർ അളവിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അഥവാ ഈ കംപ്രസർ കട്ട് ഓഫ് ആവുന്നില്ല, കംപ്രസർ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 മിനിറ്റ് 7 മിനിറ്റ് അത് കൂടുതൽ സമയം കംപ്രസർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന്റെ AC ഗ്യാസ് കുറഞ്ഞു പോയിട്ടുണ്ട്, ഗ്യാസ് റീഫിൽ ചെയ്യാൻ സമയമായിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കംപ്ലൈന്റ് ACക്ക് ഉണ്ട്.